അമേരിക്ക ഇടപെട്ടില്ല എന്നു കരുതാൻ കാരണങ്ങളില്ല. വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ത്യയിലുള്ളപ്പോഴാണ് പെഹൽഗാം ക്രൂരത നടന്നത്. അന്നു മുതൽ എല്ലാ ദിവസവും എന്നതുപോലെ ഒരാൾ ഇരു രാഷ്ട്രങ്ങളെയും വിളിച്ചിരുന്നു. അത് അമേരിക്കയുടെ ആഭ്യന്തര സെക്രട്ടറി മാർക്കോ റൂബിയോ ആണ്. പക്ഷേ അതുകൊണ്ട് മാത്രം വെടിനിർത്തൽ സാധ്യമാകില്ല. മധ്യസ്ഥ ചർച്ച ഔദ്യോഗികമായി നടക്കുന്നുണ്ടെങ്കിൽ അത് പരസ്പരം അറിയിക്കുകയും പരസ്പരം പ്രഖ്യാപിക്കുകയും വേണം. അത് സാധ്യമാകണമെങ്കിൽ ഇരു രാഷ്ട്രങ്ങളിലെയും ഭരണ നേതൃത്വം തീരുമാനിക്കണം. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഭരണ നേതൃത്വത്തിന് ദീർഘമായ യുദ്ധമുണ്ടാക്കുന്ന വെല്ലുവിളികളെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു യുദ്ധം ചെയ്യാൻ ഇരു രാഷ്ട്രങ്ങൾക്കും പൂർണ്ണ മനസ്സില്ല. പെഹൽഗാം ക്രൂരതയ്ക്ക് മറുപടിയായി ഇന്ത്യ ചെയ്തത് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുക മാത്രമാണ്. അത് തന്നെയാണ് വെടിനിർത്തൽ സാധ്യമാക്കിയ ഏറ്റവും വലിയ തീരുമാനവും. സൈനിക കേന്ദ്രങ്ങളോ ജനവാസ കേന്ദ്രങ്ങളോ ആക്രമിച്ചില്ല. പാകിസ്ഥാന്റെ വിമാനത്താവളങ്ങളിലേക്കും സൈനിക താവളങ്ങളിലേക്കും ആക്രമണമുണ്ടായത് പോലും പിന്നീടുള്ള ദിവസങ്ങളിലെ പ്രകോപനങ്ങളെ തുടർന്നാണ്. ഒരു യുദ്ധത്തിലേക്ക് പോകാതിരിക്കാൻ കാണിച്ച സംയമനത്തിന് എത്ര ദൈർഘ്യമുണ്ട് എന്ന് ചോദിച്ചാൽ 14 ദിവസം എന്നാണ് ഉത്തരം. പെഹൽഗാം ആക്രമണം കഴിഞ്ഞ 14-ാം ദിവസം മാത്രമാണ് ഇന്ത്യ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ച് തിരിച്ചടിച്ചത്.